ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം, അവിടുത്തെ ബഹുമാനം അല്ലാഹുവിന്റെ അടുത്ത് അപാരമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ട് മഹാന്മാർ അവർ ഇടയ്ക്കിടെ തർക്കിക്കുന്ന ആളുകളാണ്. സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും ഇടയ്ക്കിടെ തർക്കിക്കും ഹക്കിന്റെ വിഷയത്തിൽ. ഒരാള് വിട്ടുകൊടുക്കൂല. അങ്ങനെയാണ്. തർക്കം നല്ലതാണ്, നീണ്ടുനിൽക്കുന്ന തർക്കമല്ല. ഹക്കിന്റെ വിഷയത്തിലുള്ള തർക്കം ആക്ക് അവിടെ പരിഹരിച്ചാൽ പിന്നെ തർക്കം തീർന്നു, പിന്നെ ചൊടിയൊന്നുമില്ല. നമ്മുടെ തർക്കം അങ്ങനല്ല. അതോരോ വിഷയത്തിൽ എന്തെങ്കിലും ആയാലും പിന്നെ മരണം വരെ പിന്നെ കണക്കാണ്. മരണം വരെ നമ്മൾ ദുഷ്മനാണ്. അങ്ങനല്ല, കണക്ക നല്ലതാണ്. നല്ല വിഷയത്തിൽ ആയിഷ ബീവിയും റസൂലുള്ളാഹിയും പിണങ്ങിയിട്ടുണ്ട്, ഭാര്യഭർത്താക്കൾ പിണങ്ങിയിട്ടുണ്ട്. ലോക കണക്കൊന്നുമല്ല, ഒരു കണക്കം ഇതിനെക്കുറിച്ചായി. അപ്പോ ഒരു ദിവസം ഈ രണ്ട് മഹാന്മാർ ഒരു വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസിൽ വാക്തർക്കം കൂടിയപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഉമർ തങ്ങളോട് പറഞ്ഞു, എന്താ ഉമറെ എപ്പോഴും എന്നോട് ഇങ്ങനെ ഭയങ്കര പിണക്കാനാണ്. കാരണം ഉമർ റളിയല്ലാഹുവിന്റെ ശബ്ദം കുറച്ച് ഉയർന്നതാണ്. റസൂലുള്ളാഹി തങ്ങൾ ഉള്ള സദസ്സിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം കുറച്ച് ഉയർന്നു പോയിരുന്നു. ഉയർന്നപ്പോ ആകാശ ലോകത്തിൽ നിന്നിട്ട് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു അയച്ചു. ഖുർആനിലെ ആയത്തുമാണ്. ബഹുമാനം നോക്കണം. എന്താ വിഷയം? റസൂലുള്ളാഹിന്റെ സദസ്സിൽ കുറച്ച് ഉച്ചഭാഷണയിൽ കുറച്ച് ശബ്ദമുയർന്ന രൂപത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംസാരിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആയത്തുമായി വന്നു. ആയത്ത് സൂറത്തുൽ ഹുജറാത്തിന്റെ ഒരു ആയത്ത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആയത്തിറക്കിയതാ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബിയ്യി വലാ തജ്ഹറു കജഹരി ബഅദികും ബഅദാ. ഖുർആന്റെ ആയത്താണ്. ആയത്തിനർത്ഥം ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബിയ്യി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്തിനേക്കാൾ ഉയർന്ന ശബ്ദം നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ വോയിസിനേക്കാൾ ഉയർന്ന വോയിസ് ശബ്ദം നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. എന്നാ ചെറിയൊരു വിഷയമാണ്. ആ ചെറിയ വിഷയം പോലും അവിടുത്തെ ഹബീബിന്റെ മുന്നിൽ നടത്തിയപ്പോ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഹബീബിന്റെ മുന്നിൽ നിങ്ങൾ ഉയർന്ന ഭാഷയിൽ സംസാരിക്കുകയോ ഉയർന്ന ശബ്ദത്തിൽ ഇല്ല. നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോ എത്ര വേണമെങ്കിലും ഉയർന്ന ഭാഷയിൽ സംസാരിച്ചോളി, പക്ഷെ ആ ഒരു മെത്തേഡ്, ആ ഒരു വഴി എന്റെ ഹബീബിന്റെ മുന്നിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ചരിത്രം പറയുന്നതറിയോ? റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്ത് വരെ ഹബീബായ തങ്ങളുടെ മുന്നിൽ സിദ്ദീഖ് തങ്ങൾ സംസാരിക്കുമ്പോ ആ സംസാരം മനസ്സിലാവണമെങ്കിൽ ചെവി ഇങ്ങനെ അടുത്ത് വെച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ സംസാരിച്ചു. സിദ്ദീഖ് തങ്ങളുടെ സംസാരം മനസ്സിലാവണമെങ്കിൽ, എപ്പോ റസൂലുള്ളാഹിന്റെ മുന്നിൽ അത് മനസ്സിലാവണമെങ്കിൽ ചെവി ഇങ്ങനെ വെച്ചു കൊടുക്കേണ്ടി വന്നിരുന്നു. അത്രയും മൃദുവായ രൂപത്തിലാണ് സിദ്ദീഖ് തങ്ങൾ സംസാരിച്ചത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളുടെ സംസാരം റസൂലുള്ളാഹിന്റെ മുന്നിൽ വെള്ളത്തിൽ മതിരിക്കുമ്പോഴായിരുന്നു. നമുക്ക് വെള്ളത്തിൽ മതിരിക്കുമ്പോ അല്ല അതുപോലെയായിരുന്നു ആര്? ഹബീബ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഈ ആയത്ത് ഇറങ്ങിയ ദിവസം ഒരു സ്വഹാബിക്ക് വലിയ ഭാഗ്യമുണ്ടായി. മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് കുറച്ച് ചെവി കേൾക്കൽ കുറവാണ്. ചെവിയുടെ കേൾക്കൽ കുറവുണ്ടായിരുന്ന ഒരു സ്വാമിയായിരുന്നു സാബിത്ത് ഇബ്നു ഖൈസ്. നമുക്കറിയാം, ചെവി കേൾക്കാത്ത ആൾ ഭയങ്കര ജോലിയാണ് കൊണ്ടുവന്നത്. ഓർമ്മ എല്ലാവർക്കും കേൾക്കുന്നില്ല. അസ്സലാമു അലൈക്കും ഇവിടെ പള്ളി തട്ടിപ്പോകും. ഒരു തെറ്റൊന്നുമല്ല. ഓരോ വിചാരിക്കുന്നതിന്റെ പോലെ എല്ലാവരും എന്റെ പോലെ ഓണി കേൾക്കുന്നില്ല, ഭയങ്കര ഉഷാദ് പറയും. അതുപോലെ അദ്ദേഹത്തിന് കുറച്ച് ചെവി കേൾക്കാൻ കുറവായിരുന്നു. അയാൾ റസൂലുള്ളാഹിന്റെ മുന്നിലും എല്ലാ സദസ്സിനും കുറച്ച് ചോറും ഈ ആയത്തിറങ്ങി. വിചാരിച്ചത് എന്റെ വിഷയത്തിൽ ഒരു തീരുമാനമായതാണ്. എന്റെ വിഷയത്തിൽ ഒരു തീരുമാനമായി. കുറച്ച് ചോറ് കൊണ്ടുവന്ന ഞാനല്ലേ. അപ്പൊ എന്റെ വിഷയത്തിൽ ആയത്തിറങ്ങിയത്. ആയാ മഹാൻ എന്തായാലോ ആ ആയത്തിന്റെ അവസാനം പറയുന്നതറിയോ? നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ എന്താ നിങ്ങൾക്ക് നഷ്ടം? ആയത്തിന്റെ അവസാനമുണ്ട്, നിങ്ങൾ ചെയ്ത അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകുന്ന. നിങ്ങൾ എന്തൊക്കെ അമല് ചെയ്തോ ആ അമല് മുഴുവൻ പൊളിഞ്ഞു പോകുന്ന ഈ ആയത്തിന്റെ അവസാനമുണ്ട്. മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പേടിച്ച് കരഞ്ഞുപോയി. നേരെ പുറക്ക് പോയിട്ട് അവിടെ വിറ്റു മലർന്ന് കിടന്നിട്ട് ഒരു കരച്ചിലാണ്, നീണ്ട കരച്ചിലാണ്. ഭാര്യ ചോദിച്ചു, എന്തിനാ പറയുന്നത്? എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ജിബ്രീൽ അലൈഹിസ്സലാം ആയത്തുമായിട്ട് വന്നിട്ടുണ്ട് എന്റെ വിഷയത്തിൽ.
അതെ, ഞാനാണ് റസൂലുള്ളാഹിന്റെ അടുത്ത് ഉച്ചഭാഷയിൽ സംസാരിക്കുന്നത്. അവയെ അവിടെ സംസാരിക്കാൻ പാടില്ല, സംസാരിച്ചാൽ അവര് പൊളിഞ്ഞു പോകുന്ന ആയിട്ട് അമ്മിയിട്ടുണ്ട്. ജനിച്ചവരോട് പോലും മനസ്സിലാണ്. എന്റെ ഭാര്യകൾ പറഞ്ഞു, ഇനി ഞാൻ മതിയുന്നവർക്ക് ജമാഅത്തിന് പോകില്ല. ഇപ്പോൾ ജമാഅത്തിന് നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന സ്വാധീനമാണ്. ജമാഅത്തിന് വന്നത് കൂലിയിട്ടാനല്ലേ, പോയാൽ എന്റെ കൂലി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാര്യമില്ല. ആ സ്വാമി പറഞ്ഞു പോകുന്നില്ല. അങ്ങനെ 3 വക്ത നിസ്കാരം എപ്പോഴും ജമാഅത്തിൽ വന്നിരുന്ന സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു 3 വക്ത നിസ്കാരത്തിന് പള്ളിയിൽ കാണാതിരിക്കുമ്പോൾ റസൂൽ ചോദിച്ചു, എവിടെയാണ് സാബിത്ത് ചോദിച്ചു. അപ്പോൾ ജോലി കൊണ്ടുവന്ന് സാബിത്തിന്റെ കുറച്ച് ആൾക്ക് എന്റെ ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ അവർ പള്ളിക്ക് വന്നില്ലെങ്കിൽ അറിയില്ല. അപ്പൊ റസൂൽ ചോദിച്ചു, സാബിത്തിനെ കാണുന്നില്ല. അപ്പൊ മഹാന്മാരായ സ്വാമത്ത് പറഞ്ഞ നബിയെ ആയത്തിറങ്ങിയിട്ടാകുമ്പോ പേടിച്ച് ഞാൻ വരുന്നതാണ്. നബിയെക്കാൾ ശബ്ദം ഉയർന്നിട്ട് സംസാരിക്കാൻ പാടില്ല എന്നവർ. അപ്പൊ അത് പേടിച്ച് ഞാൻ വരുന്നതാണ്. റസൂൽ നായനെ വിളിപ്പിക്കാൻ പറഞ്ഞു. അതിനെ കൊണ്ടുവന്നു. സാബിത്ത് റളിയല്ലാഹു അവനോട് ചോദിച്ചു, ഇത് സാബിത്ത് ജമാഅത്തിലില്ലല്ല, പള്ളിയിൽ കാണുന്നില്ലല്ലോ. റസൂലുള്ളാഹി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയെ നിങ്ങളുടെ മുന്നിൽ ഒരിക്കലും അനപകേട് കൊണ്ട് നിങ്ങളുടെ ബഹുമാനം കുറക്കുന്ന രൂപത്തിൽ ഞാൻ സംസാരിച്ചതല്ല. എന്റെ ചെവിക്ക് പ്രശ്നമുള്ള കാരണം കൊണ്ട് എന്റെ ശബ്ദം കുറച്ച് ഉയർന്നതാണ്. റസൂൽ പറഞ്ഞു, സാബിത്തെ നിന്നെ കുറിച്ച് അങ്ങനല്ല. എന്റെ സദസ്സിൽ അളവ് കുറവായിട്ട് ആരൊക്കെ സംസാരിക്കുന്നുണ്ടോ അവരെ കാര്യത്തിൽ ഇറങ്ങിയ ആയത്താണ് സാബിത്തെ, നിന്റെ കാര്യത്തിൽ ഇറങ്ങിയതല്ല. ഈ പള്ളിയിൽ വരണോ? അയാളോട് അഭിമാനങ്ങൾ ചോദിച്ചു. അതാ തറ ഇഷ്ടപ്പെടുന്നില്ലേ നല്ല ഹൈറായ ജീവിതം ജീവിക്കാൻ? ഹൈറായ മരണം മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലേ സാബിത്തെ? എന്നിട്ട് അഭിമായ ഞങ്ങൾ സാബിത്ത് ബിൻ ഖൈസ് ഞങ്ങളോട് പറഞ്ഞു, കിട്ടിയ ഒരു ഓഫറാണ്. വന്നപ്പോ മഹാനായ സാബിത്തൊക്കെ കിട്ടിയ ഒരു ഓഫർ. എന്താ സാബിത്തെ? നീ ഒന്നും പേരാവണ്ട, നിന്റെ കാര്യത്തിൽ അറിഞ്ഞതല്ല, നീ സ്വർഗത്തിന്റെ മെമ്പറാ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാബിത്തൊക്കെ കൊടുത്ത ഓഫർ പറഞ്ഞത് റസൂലുള്ളാഹിന്റെ ബഹുമാനാണ്. അവിടുത്തെ സദസ്സിൽ കുറച്ച് ഉയർന്ന ഭാഷയിൽ സംസാരിക്കുന്നത് പോലും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായപ്പോ ഇതിനിറക്കി ആയത്തിറക്കി അള്ളാഹു തആല. അതാണ് നമ്മുടെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും എല്ലാം അല്ലാഹു ഖൈറാക്കട്ടെ. അവിടുത്തെ ആ മഹബത്ത് കൊണ്ട് സ്വലാത്തുകളും മദ്ഹുകളും പ്രകീർത്തനങ്ങളും അവിടുത്തെ സുന്നത്തുകളും അവിടുത്തെ ചര്യകളും ജീവിതത്തിൽ നാം കൊണ്ടു നടക്കുന്നു. അതിന്റെ പകരം ഭാവിതങ്ങൾക്ക് നീ കൊടുത്തതുപോലെയുള്ള വലിയ ഭാഗ്യം സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. നാം അമല് ചെയ്യുന്നതും നാം നിസ്കരിക്കുന്നതും ജമാഅത്തിൽ വരുന്നതും സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നതും ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വെറുപ്പുണ്ടാകുന്നതും ഹബീബായ നമ്മളോടുള്ള മഹബത്തിന്റെ ഭാഗമാണെങ്കിൽ ആ മഹബത്ത് കൊണ്ട് നമുക്ക് നിന്റെ സ്വർഗം നീ നൽകണേ അല്ലാഹ്. മഹാന്മാരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. ഒരുപാട് ആളുകൾ പ്രച്ചോനെ പലവിധ രോഗങ്ങളെ കൊണ്ട് തളർന്നുപോയവരാണ്. പരിപൂർണമായ രൂപത്തിലുള്ള ശിഫാവ് നൽകണേ അല്ലാഹ്. മാനസികമായി ബേജാറായ ആളുകളുടെ ഹൃദയങ്ങൾക്ക് നീ ഹിമ്മത്ത് നൽകണേ അല്ലാഹ്. ഹിമ്മത്ത് നൽകണേ അല്ലാഹ്. മനസ്സമാധാനം നൽകണേ റബ്ബേ. അല്ലാഹുവേ, നാം ചെയ്യുന്ന ജോലി, കച്ചവടങ്ങൾ, നമ്മുടെ മറ്റുള്ള പ്രവർത്തനങ്ങൾ, പ്രവാസികളായി അധ്വാനിക്കുന്നവർ, കടലിലും കരയിലും പല രൂപത്തിലുള്ള തൊഴിൽ ചെയ്യുന്ന ആളുകൾ എല്ലാവർക്കും അർഹമായ രൂപത്തിലുള്ള ഖൈറുകളും ബറക്കത്തുകളും ചൊരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരു സഹോദരി പ്രസവിക്കാനായ പ്രസവ വേദനയുള്ള ഒരു സഹോദരിയെ പ്രസവ പൊലിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. റാഹത്തുള്ള പ്രസവം കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ ഏൽപ്പിച്ചതാണ്. പ്രസവനെ മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ ബീബി ആമിന റളിയല്ലാഹു അൻഹ എങ്ങനെയാണോ റാഹത്തോടെ പ്രസവിച്ചത്, ഈസാ നബി അലൈഹിസ്സലാമിനെ മറിയം അമ്മ എങ്ങനെയാണോ സന്തോഷത്തോടെ പ്രസവിച്ചത്, ആ രൂപത്തിലുള്ള സുഖപ്രസവം പടച്ചവനെ ആ സഹോദരിക്ക് നീ നൽകണേ അല്ലാഹ്. നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാ ഗർഭിണികളായ സഹോദരിമാർക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുമായി ദുആ വസിയത്ത് ചെയ്ത വീടുകളിലുള്ള ഗർഭിണികൾക്ക് നൽകണേ അല്ലാഹ്. പ്രസവ സമയത്തുണ്ടാകുന്ന സർവ്വവിധ പ്രയാസങ്ങളിൽ നിന്ന് നീ സലാമത്താക്കണേ അല്ലാഹ്. എല്ലാം നീ ഖൈറിലാക്കണേ അല്ലാഹ്, സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നമ്മിൽ നിന്ന് വിട പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുച്ചാന്റെ ഭാര്യ സുഹറ എന്ന പേരുടെ ഉമ്മ റബ്ബേ, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. വലിയ ഭാഗ്യവതിയ പരിശുദ്ധ റബീഉൽ ഒരു നല്ല ദിവസം നിന്റെ റഹ്മത്തിലേക്ക് നീ വിളിച്ചു കൊണ്ടുപോയി. പടച്ചവനെ, അവയെ കുറിച്ച് പലരും നല്ലത് പറഞ്ഞിട്ട് യാ അല്ലാഹ്, ഒരു കുടുംബമല്ലാത്ത ആള് പോലും ഒരു കരയുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ. നന്മ ചെയ്ത ഉമ്മമാരെ കുറിച്ച് അങ്ങനെ കരയാനും പറയാനും പറ്റുമെങ്കിൽ ആ ഉമ്മാക്ക് അതിന്റെ പകരമായി സ്വർഗം നൽകുന്നു.
സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. പടച്ചോനെ പാവപ്പെട്ട ആ ഉമ്മാന്റെ ഭർത്താവിന് അതുപോലെ മക്കൾക്കൊക്കെയും സമാധാനം നൽകണോ, സബർ നൽകണേ ഉണ്ട്. നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ കുടുംബങ്ങൾക്കും അവസരത്തും മറഹമത്തും നൽകി അവരുടെ പരലോകം നീ ആഹത്തിലാക്കണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അബ്ദുകൽ മിസ്കീനു യർജു ഫضلകൽ الغفير فيك قد حسنت ظني يا بشير يا نذير. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد، صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله